വട, പരിപ്പുവട, പക്കുവട, പഴംപൊരി, ഉഴുന്നുവട, ചെപ്പുവട, പരിച്ച പത്തിരി, കരക്കവട, പിന്നുമോനെ. അക്രമം പാടില്ല. ഇതൊക്കെ ഇതാരൊക്കെയാണ്? ഇതറിയാം. ഇതല്ലേ? ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെറും വ്ളോഗല്ല, ഒരു കണ്ണൂർ നോമ്പുതറ വ്ളോഗാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരു ടീം കൂടിയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം ബാക്കി പരിപാടി വഴിയെ കാണാം. جسر الحديد انقطاع من دوس رجلي مشوار مشيت الصبح ومشيت عصرية يا حباب لا ترحلوا وضلوا. അങ്ങനെ നമ്മുടെ കണ്ണൂരിലേക്കുള്ള യാത്ര അങ്ങനെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മള് വീട്ടിലേക്ക് കയറിച്ചല്ലേ? വെറും കൈയായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ നെസ്റ്റോയിലേക്ക് കയറി. ഒരു വീട്ടിലേക്ക് ചില്ലയിൽ എങ്ങനെ നമ്മൾ വെറും കൈയോടെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് കയറിയാണ് ഞങ്ങള്. താനൂര് കൊണ്ട് വിൽക്കാനുള്ള പരിപാടിയാ. കണ്ണൂർ സ്നിക്കേഴ്സ് അല്ലേ? ഇത് എന്ത് ഉപകാരത്തിലാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്ര നമ്മളെ മറ്റേ ഈ നമ്മളെ ആർമാട്ടിക്കാണ്ട് മുമ്പേ കൊറേ പറ്റിച്ചെന്ന മുട്ടായിയാണ് ഇങ്ങനത്തെ മിഠായികളൊക്കെ അല്ലേ? ഗ്യാസ് മിഠായി അല്ല മറ്റേ സാധനം. ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് വെച്ച് കണ്ടോ? രസല്ലേ? വണ്ടി പറയട്ടെ. ഒന്നോളൂ. അങ്ങനെ അതൊന്നും വാങ്ങി തരൂലേ? കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ബില്ലിങ് ഭയങ്കര ലാഗായിരുന്നു. ഞങ്ങളെ വിടൂ സെക്യൂരിറ്റി. കയ്യിലടിക്കാൻ പറ്റില്ല, നോമ്പല്ലേ? നോമ്പ് മുഖ്യമ്പിക്കില്ലേ? അങ്ങനെ ഞങ്ങൾ വീണ്ടും കോഴിക്കോട് ബൈപ്പാസിലൂടെ അങ്ങനെ കണ്ണൂരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തിരിക്കുകയാണ്. നല്ല ചൂടാണ്. എ സി ഒക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ എന്താടാ കാർമൽ എഴുതി? അബു 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 സെറ്റിയോ? അബു അബുസാദ്. ഇതാ നമ്മളെ വഴി ലെഫ്റ്റ്. ഇതൊരു ഉത്സവമാണ് ഇവിടെ. എന്താ ഇതിന്റെ എന്തോ മറ്റേ ഈ താലപ്പൊലി എന്തോന്ന് പറയാറുണ്ടല്ലോ, ആ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. കാവിലെ ചെറിയ ശരിക്കും ഉത്സവത്തിന്റെ എന്താണത്? തെയ്യല്ലേ? ശരി, ഇതുപോലെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം എന്താണെന്നല്ലേ. ഇതൊന്നല്ല, അതാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് തിറ. തിറ തിറയോ തെയ്യോ എന്തോ ആണ് കറക്റ്റ്. എന്തോ ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാം മോനെ ഫുൾ ബ്ലോക്ക് ആണല്ലോ. നോമ്പ് ഉറക്കം നടത്തുവോ? പഠിച്ചവനെ ഞങ്ങള് കാത്തുവിളി ഒരൊറ്റ തള്ളാത്. പക്ഷെ നല്ല രസമാണ് നമ്മളിങ്ങനെ ഫ്രണ്ട്സോടൊത്ത് ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് വെറും സംസാരവും തള്ളുമായിട്ട് സമയം പോകുന്ന അറിയില്ല. ഭയങ്കര റിലാക്സ് ആൻഡ് റിലീഫ് ആയിരിക്കും. ഇടയ്ക്ക് ചെറിയ യാത്ര പോകുന്നത് വളരെ നല്ലതാണ് നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് എനിക്ക് എപ്പോഴേ തോന്നി ഗൂഗിൾ മാപ്പ് പണി പറ്റിക്കാന്ന് കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ കറക്റ്റ് ആ ഒരു കെണിയിൽ കുടുങ്ങി ചെറിയൊരു വഴിയിൽ അങ്ങനെ സുഹേൽ സാറും നാഫി സാറും ഇവർ രണ്ടാളും കൂടെ ഇറങ്ങി ബ്ലോക്ക് ക്ലിയർ ചെയ്യുന്ന നന്മ മരങ്ങളായി മാറി. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നൊന്നും ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. കുറേ സമയം എടുത്തു ഇവിടെ ഞങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ചെറിയ വഴിയാ. ഇവിടുന്ന് വണ്ടി അങ്ങ് വന്നപ്പോൾ ആകെ ബ്ലോക്കായി. എനിക്കൊന്ന് ഇവരൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ആളുകളായിരിക്കും.
അതിനിടയ്ക്ക് ഒരു റൊണാൾഡോയും നെയ്മറും ഇങ്ങനെ തോളിൽ കയറ്റി പോകുന്നുണ്ട്. അവസാനം ഞങ്ങൾ അത് ക്ലിയർ ചെയ്തു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത വണ്ടി റോഡിലേക്ക് കയറുന്നതിന് മുന്നേ അങ്ങ് എടുത്ത് അടിച്ച് വിട്ട് ഞങ്ങൾ വേഗം ഈ റോഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ ഭയങ്കര രസമാട്ടോ. നമ്മള് തുറക്കണം ആടെ ലോറി വളക്കുന്നു. എനിക്ക് അതാണ് പ്രശ്നം. അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇതാണ്. നമ്മൾ കറക്റ്റ് ആണ് നോമ്പറക്കാൻ നേരത്തെ എത്തും. 6:10 നമ്മൾ എത്തുന്നു, നമ്മളെ സ്വീകരിക്കുന്നു, നമ്മള് ചേക്ക് ക്ലാസ്സിൽ മൂന്നാമത്തെ ഐസ് വെക്കുമ്പോ മൂന്നാമത് സമൂസ ഓയിലിൽ പൊരിക്കുമ്പോൾ സമൂസ ഒന്നുമില്ല അവിടെ, ചട്ടിപ്പത്തിരി ഇറച്ചി എന്തായാലും ഒരു അരമണിക്കൂറിൽ ഞാൻ വിളി മുട്ടമാല മുട്ടസുറുക്ക മുട്ടസുറുക്ക ഉള്ളിവട പരിപ്പുവട പക്കുവട പഴംപൊരി ഉഴുന്നുവട ചെപ്പുവട പരിച്ചപ്പത്തിരി കരക്കവട പിന്നുമോനെ വേണ്ട മോനെ തിന്നെന്നും പറഞ്ഞുകൊണ്ട് മൂക്കറ്റം വീറ്റിക്കുന്ന. അങ്ങനെ ഞങ്ങള് കണ്ണൂർ മാഹി ബൈപ്പാസിലേക്ക് കയറി. നല്ല അടിപൊളി പുതിയ റോഡാണ്, ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ റോഡാണ്, നല്ല അടിപൊളി റോഡ്. അപ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെ 6 ലൈൻ വഴി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ യാത്ര വളരെ എളുപ്പമാവും കേട്ടോ. നല്ല റോഡാണ്, 100-120 പോകുന്ന അറിയുന്നേ ഇല്ല. എടാ ഓട്ടോറിക്ഷ നോക്ക് നിങ്ങൾ, എന്തെങ്കിലും ഒരു വ്യത്യാസം ആ ഓട്ടോ അങ്ങ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തോ ഒരു വ്യത്യാസം അതിനുണ്ട്. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മള് കറക്റ്റ് സമയത്ത് തന്നെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. പെർളശ്ശേരി എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്താട്ടോ, അവിടെ റൈറ്റിലേക്കാണ് വഴി ഞാൻ തോന്നുന്നത്. നമ്മളെ ലക്ഷ്യം എടുക്ക് എടുത്തോ എടല്ലേ? അപ്പൊ നമ്മളെ ഏകദേശം നമ്മള് നോമ്പ് തുറക്കുന്നതിന് മുന്നേ എത്തൂലെന്ന് ഭയപ്പെട്ടിരുന്ന ബ്ലോക്ക് കാരണം, പക്ഷെ എന്റെ ഡ്രൈവിംഗ് സ്കിൽ കാരണം കറക്റ്റ് നമ്മളോട് എത്തി. തള്ളി ഞങ്ങൾ എത്തിച്ചു. ബാക്കിലുള്ള കുറഞ്ഞാ ഇങ്ങോട്ടാ നേരെയാ എന്തോ സൗണ്ട് വെക്കോ. ഇഞ്ഞെടുത്തോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സാലിഹന്റെ വീട്ടിലാണ് വന്നത്. ഇത് മറ്റേ ഹലോ. ഞങ്ങൾ നിങ്ങൾ ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. AKG റോഡ് അല്ലേ? ഞങ്ങളിങ്ങനെ വന്ന് കള്ള കട്ട് ചെയ്തോ. ചെണ്ടമേളോ? അങ്ങനെ ഞങ്ങള് വീട് കണ്ടെത്തി. തൊട്ടടുത്ത് തന്നെയാണ്, റോഡ് സൈഡ് തന്നെയായിരുന്നു വീട്. പിന്നെ വേഗം വീട്ടിലെ അങ്ങ് കയറി. റെഡിയല്ലേ? അല്ല സാലി, ആരില്ലേ അവിടെ? ഇവിടെ നേരത്തെ വാങ്ങി കൊടുക്കോ? മുക്കാലോ? ഈ വർഷത്തെ വിഷു കിറ്റാണ്. അങ്ങനെ ഞങ്ങൾ ആതിഥ്യ മര്യാദ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് സോഫയിലൊക്കെ ഒന്നിരുന്നു. യാത്രാക്ഷീണുണ്ടോ ശരിക്കും? ഒന്ന് ഇരുന്നപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തു. അയ്യോ, ഇതാണ് ബാത്തുട്ടി. നമ്മളെ ഇത് പറഞ്ഞോട്ടെ. അങ്ങനെ നമ്മളെ ഉച്ചയ്ക്ക് തുടങ്ങിയ യാത്ര നമ്മൾ അവസാനം കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സാലിയന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് സാലിയ. ഇതൊരു 1.5 ആളാണ് കേട്ടത്. അവളെ സിസ്റ്റർ ആണിത്. എന്റെ പേരെന്താ? മേസു. എത്രാം ക്ലാസ്സിലാ? അറിയില്ല. ഫ്രണ്ട്സിന് അറിയാം. എത്ര ഫ്രണ്ട്സ് ഉണ്ട്?
കൊറേ 2, 3, 4, 5, 6, 8, 9, 10. ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കേ. എനിക്കെന്താ ഫ്രണ്ട്സ് ഉള്ള? എനിക്കോ? എനിക്കിതാ സാറുമാരൊക്കെ ഉണ്ട്. പക്ഷെ തന്നെ സാറ് നിഹാൽ സാർ അതെങ്ങനെ പൊളിക്കാൻ പറ്റൂ? അതൊക്കെ വിളിച്ചോ. അതെങ്ങനെ പൊളിക്കാൻ പറ്റും പറയും. അതങ്ങനെ കവർ വലിച്ചാൽ വിളിച്ചോ. എങ്ങനെ പൊളിക്കാൻ പറ്റൂ? നീ വിളിച്ചോ. ഇതെങ്ങനെ പൊളിക്കാൻ എനിക്കറിയില്ല. താത്ത കൊടുത്തു. ഇറ്റാത്തൊക്കെ അറിയാ പറഞ്ഞ നിങ്ങളോട് ആ ഇത് കീഴിപ്പോയി. ശരി വാ. ആട്ടിക്കോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th കഴിഞ്ഞു. പ്ലസ് 1. അതല്ല ഫോണ് ചാട് ഫോണായിട്ട് ചാടല്ലേ? എറിയാന്ന് പറയുന്നത് ഇനി കണ്ണൂരിൽ ചാടുക എന്ന് പറയും. ഫോൺ എടുത്ത് എറിയാന്ന് പറഞ്ഞാല് ഫോൺ എടുത്ത് ചാടുക എന്നാണ് അവിടെ പറയുന്നത്. കൈമലേക്ക് ചാടിക്കോ, ചാടുകല്ലേ എന്റെ സാധനം. റെക്കോർഡ് ഓണിങ് ഓണല്ലേ. അങ്ങനെ നോമ്പ് തുറ സമയമായിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അവൾ തയ്യാറാക്കി വെച്ചിരുന്നു. അടിപൊളിയായിരുന്നു നോമ്പ് തുറ. കൊണ്ട് കൈയെടുത്തോ. അങ്ങനെ റൗണ്ട് 1 ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കൂടെ അവളെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. 2 തരം ജ്യൂസ്, ഫ്രൂട്ട്സ്, നല്ല കണ്ണൂർ സ്പെഷ്യൽ പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ സമയത്താണ് അവളുടെ ഉപ്പ ദുബായിലാണ്. അവരൊന്ന് വിളിച്ചിരുന്നു ഞങ്ങളൊന്ന് സംസാരിക്കാനായിട്ട്. പിന്നെ അവിടെ ഒരു ഫ്രണ്ട് ഞങ്ങളിവിടെ ഉള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അവൾ ആകെ എക്സൈറ്റഡ് ആയിപ്പോയി വീഡിയോ കോൾ ചെയ്ത സമയത്ത്. ഞങ്ങളെല്ലാവരും കണ്ടപ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. വീഡിയോ വരെ പോസ്റ്റ് ചെയ്തു. അവർക്ക് ആരാന്ന് മനസ്സിലായോ? ക്ലാസ് 1 സ്റ്റുഡന്റ് ആണ്. പേരെന്താ? എവിടെയാണ് റിഫയുടെ സ്ഥലം? ഞങ്ങൾ ആ ക്ലാസ് കാണുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ. റിഫായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അവളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു. ഇപ്പോൾ +1 ആണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമം പാടില്ല. ഇതാരൊക്കെയാണ്? ഇതറിയാം. ഇതാരാ? എന്റെ അമ്മ തല പോയി. ഇതാരാ പറഞ്ഞു? ഇത് ആള് നല്ല കുറുമ്പത്തി. കുറുമ്പത്തി എന്ന് പറഞ്ഞാല് കുറുമ്പത്തി പ്രോമാക്സാ. അങ്ങനെ ഞങ്ങൾ റൗണ്ട് 2 കടന്നു. മെയിൻ കോഴ്സിലേക്ക്. ബിരിയാണി ആയിരുന്നു അവരുണ്ടാക്കിയത്. നല്ല ബിരിയാണി. പിന്നെ കുറച്ച് ബീഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, പിന്നെ അവിടെ സ്പെഷ്യൽ കുറച്ച് സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നാഫിസ് സാർ പെണ്ണ് കാണാൻ പോയ വീഡിയോ. പഴയ സാധനങ്ങൾ
ഓൾഡ് വൺ ഉണ്ടല്ലോ നമ്മളെ 10ാം ക്ലാസ്സിലെ ചെക്കന്മാരെ ഇറക്കിയതാണല്ലോ. അങ്ങനെ അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ ഞങ്ങൾ വേഗം ഈ പരിപാടി അങ്ങ് തീർത്തു. ഫുഡ് പക്ഷേ അവരുടെ സൽക്കാരം ഭയങ്കരമായിരുന്നു. അവൻ്റെ കസിൻ ഞങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി വന്നതാണ്. അവനങ്ങനെ എല്ലാവരും പ്ലേറ്റും അങ്ങനെ ഭക്ഷണം ഇട്ടുതരാണ്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ മാത്രം, നാഫി മാത്രം ഒന്നും വേണ്ടാന്ന് പറയാതെ എല്ലാം സ്വീകരിച്ച് അവൻ കഴിച്ചു. അങ്ങനെ അതങ്ങ് അവസാനിച്ചിട്ടു. ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. പക്ഷേ വീണ്ടും ആക്ച്വലി എല്ലാവരും വയറ് നിറഞ്ഞെടുക്കും കൂടി കഴിച്ചാല് ഇതിപ്പോ പൊട്ടു. നാഫിയുടെ വയറ് ഇന്ന് നാളെ നിറഞ്ഞിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ശരിക്കും ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ വരണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പക്ഷെ എന്തായിരുന്നാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിടവാങ്ങുകയാണ് ശരിക്കും. ബൈ. ഹലോ. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റ ബൈ ബൈ. ഞങ്ങൾ നമ്മളെ ഉച്ചയ്ക്ക് തുടങ്ങിയ വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞോളെ ചെറിയൊരു ഞങ്ങൾ ഇന്നത്തെ ഒരു യാത്ര നിങ്ങളിലേക്ക് എത്തിച്ചാണ്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു. ബൈ സാലിഹ.